നമസ്കാരം. ഈ റിപ്പോർട്ട് കാണുമ്പോഴത്തേക്കും പ്രധാനമന്ത്രി ട്രിവാൻഡ്രം പാക്കേജ് അനൗൺസ് ചെയ്തിട്ടുണ്ടാകും. സേലിംഗ മന്ത്രി ആരംഭിക്കുന്നു. ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ BJP NDA നേതൃത്വം NDAയുടെ ഭരണം ഉറപ്പായ അന്നു മുതൽ കേൾക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനവും പാക്കേജ് അനൗൺസ്മെന്റും. അങ്ങനെ അദ്ദേഹം വരുന്നു കൺഫേം ചെയ്ത അന്ന് മുതൽ സേലിംഗ മന്ത്രി നമ്മുടെ സ്ഥിരം കുറച്ച് അജണ്ടകളുണ്ടല്ലോ നമുക്ക് നഗരവുമായി ബന്ധപ്പെട്ട്, അത് അദ്ദേഹത്തെ എത്തിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ എല്ലാ സംവിധാനങ്ങളിലൂടെയും ഇത് എത്തിക്കാൻ ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ ഒരു കോണ്ടാക്ട് ഉണ്ട്. PMOയിൽ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിൽ തന്നെ ബന്ധമുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ. ഞാൻ അദ്ദേഹത്തോട് അവസാനത്തെ ശ്രമം എന്നുള്ള അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു, ഇസ് ഇറ്റ് പോസിബിൾ ടു ഇൻക്ലൂഡ് ദ ഷിപ്പ്യാർഡ്, മെത്തനോൾ എക്സെട്ര ഇൻ ദ പ്രപ്പോസ്ഡ് PM's ട്രിവാൻഡ്രം പാക്കേജ്? വെറുതെ കല്ലെടുത്തെറിയുന്ന പോലെ, പൊട്ടൻ മാവിൽ എറിയുന്നത് പോലെ ഞാൻ അവസാനം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉൾപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടെന്നൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ഈ വിഷയം പഠിക്കണം. ഷിപ്പ്യാർഡ് പാർലമെന്റിലൊക്കെ പതിറ്റാണ്ടുകളായിട്ടുള്ള വിഷയമാണ്. ഷിപ്പ്യാർഡിന്റെ കാര്യത്തിൽ അങ്ങനെ സംശയമില്ല. പക്ഷെ മെത്തനോൾ പുതിയൊരു വിഷയമാണ്. പ്രധാനമന്ത്രിയെ പോലൊരാൾ അത് അനൗൺസ് ചെയ്യണമെങ്കിൽ അവർ പഠിക്കാതെ അവർ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ ശ്രമം അതൊന്നും തടസ്സമാകേണ്ടതില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. TRVയുടെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു നമ്മുടെ ശ്രമം. ആരെതിർത്താലും നമ്മുടെ ശ്രമവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ മറുപടി വന്നു, വിൽ സെൻഡ് ടു PMO. പ്രപ്പോസല് PMOയുടെ ഓഫീസിലോട്ട് അയച്ചു കൊടുക്കാം. ക്യാൻ യു സെൻഡ് സം മോർ ഡീറ്റെയിൽസ്? ഞാൻ വെറുതെ രണ്ട് ഷിപ്പ്യാർഡെന്നും മെത്തനോളെന്നും മാത്രമേ എഴുതിയിരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ടിന്റെയും, ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചും മെത്തനോളിനെ സംബന്ധിച്ചും കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മറുപടി വന്നു, സെൻഡ് ഇറ്റ്. അദ്ദേഹം ചെയ്യേണ്ട ജോലി അദ്ദേഹം ചെയ്തു. PMOയിൽ ഇത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ പ്രേക്ഷകർക്ക് അറിയാം ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഉൾപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ നിരന്തരം നമ്മുടെ വിശ്വാസം, നമ്മുടെ കൺവിക്ഷൻ നമ്മൾ സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഏതെങ്കിലും ഒരു കാലത്ത് ആർക്കും അവഗണിക്കാൻ പറ്റാത്ത വിഷയമായി അത് മാറും. അങ്ങനെ TRV പോലെ അത്തരം വിഷയങ്ങളും നടപ്പാകും. അങ്ങനെ ഒരു നീക്കം നടത്താൻ പറ്റിയ വിവരമാണ് സേലിംഗ മന്ത്രി ആദ്യം പ്രേക്ഷകരെ അറിയിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലോ, എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടി. ഇനി നാളത്തെ പരിപാടിയെ സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ്, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്രക്കുറിപ്പ് എന്ന് പറഞ്ഞ ഒരു മാറ്റർ എനിക്ക് അയച്ചു തന്നു. എനിക്ക് കിട്ടി. ദീർഘമാണ് പത്രക്കുറിപ്പ്, വളരെ ദീർഘമാണ്. അതിനകത്തെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്, നമ്മളെല്ലാം പൊട്ടന്മാരെന്ന് കരുതുന്നവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ. എല്ലാവരും പൊട്ടരല്ല, എല്ലാവരും അടിമകളല്ല. തിരുത്തേണ്ടത് തിരുത്താൻ ആവശ്യപ്പെടും, ചോദിക്കേണ്ടത് ചോദിക്കും. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് രണ്ടാം ഘട്ടത്തിലെ ആകെ നിക്ഷേപം 9,700 കോടി രൂപയാണ്. സമ്മതിച്ചു, അതിനകത്തൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതിന്റെ തുടർച്ചയായിട്ട് രണ്ടാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ അടിവരയിട്ട്, ഞാൻ അങ്ങനെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് അടിവരയിട്ട് പോകും. ഈ രണ്ടാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നറുകൾ എത്തിക്കാനും ഇവിടെ നിന്ന് കണ്ടെയ്നറുകൾ കയറ്റുമതി ചെയ്യാനും കഴിയും. അടിയറ സിമ്പൽ. രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 2028 എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. രണ്ടാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ, തുടങ്ങുമ്പോഴല്ല, പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നറുകൾ എത്തിക്കാനും ഇവിടെ നിന്ന് കണ്ടെയ്നറുകൾ കയറ്റുമതി ചെയ്യാനും കഴിയും. അപ്പൊ 2028 വരെ നമ്മൾ കാത്തിരിക്കണം. തീരുന്നില്ല, ഒരു വരി കൂടെയുണ്ട്. റോഡ് മാർഗമുള്ള കണ്ടെയ്നർ നീക്കവും സാധ്യമാവും. അതിനോടൊപ്പം പറയുകയാണ്. അപ്പൊ 2028 വരെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ എനിക്ക് സംശയം, ഇത് നാളെ നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള പത്രസമ്മേളനത്തിന്റെ പത്രക്കുറിപ്പെന്നാണ്. പത്രസമ്മേളനം വിഴിഞ്ഞം രണ്ടാം ഘട്ട
വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ജനുവരി 24 വൈകിട്ട് 4. ഞാൻ നോക്കി 42 പേരാണ് സ്റ്റേജിൽ ഇരിക്കാൻ പോകുന്നത്. സ്റ്റേജ് ഇടിഞ്ഞ് വീഴാതിരിക്കണം. 42 പേരുണ്ട്. മുഖ്യമന്ത്രി, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, IAS പ്രഭുക്കന്മാർ, MLA മാർ, MP മാർ, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ മേയർ, 42 പേർ. ഇവരാരും ഇത് കാണുന്നില്ലേ? ഈ പത്രസമ്മേളന കുറിപ്പ് ഇവർക്ക് ആർക്കും ഒന്നും കത്തുന്നില്ല. എല്ലാം ട്യൂബ്ലൈറ്റുകളായി പോയോ? അവസാനം ഞാൻ ചോദിച്ചു, എനിക്ക് അയച്ചു തന്ന ആളോട് ഞാൻ ചോദിച്ചു, ഇത് ആരുടെ പത്രക്കുറിപ്പാണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പോർട്ട് മന്ത്രി VN വാസവൻ, അടിയറ സിംബൽ. പോർട്ട് മന്ത്രി എഴുതി വെച്ചിരിക്കുകയാണ്, 2ാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നറുകൾ എത്തിക്കാനും ഇവിടെ നിന്ന് കണ്ടെയ്നറുകൾ കയറ്റുമതി ചെയ്യാനും കഴിയും. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ എന്താണ് പാഴ്വേല എന്ന് പറയും, കലം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പരിപാടി? അല്പമെങ്കിലും ഒരു ആത്മാർത്ഥത എഴുതുന്ന വാക്കുകളോടും അയക്കുന്ന കത്തിനോടും ഒപ്പിടുന്നതിനോടും ഒക്കെ കാണിച്ചാൽ ഇങ്ങനെയുള്ള ലോക വങ്കത്തരങ്ങൾ, ലോക മണ്ടത്തരങ്ങൾ, എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ 2026 മെയ് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ചീട്ട് തീർന്നു. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റുമോ? 2028 വരെ റോഡിൽ വണ്ടി ഇറങ്ങാൻ പോകുന്ന 2028ആണ്. കണ്ടെയ്നർ വരുന്ന 2028ലാണ്. ഇവിടെ നിന്ന് ഗേറ്റ് തുറന്ന് കണ്ടെയ്നർ കൊണ്ടുപോകുന്ന 2028ലാണ്. ചുക്കും ചുണ്ണാമ്പും അറിയാത്ത കുറെ ആളുകളും മന്ത്രിമാരും IASകാരും. നാണക്കേടാണ് ഇത്. കേരളത്തിന് മൊത്തം നാണക്കേടാണ് നിങ്ങൾ. അതിനപ്പുറം എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇനി അതിനൊരു താരതമ്യമുണ്ട്. ഇന്നലെ സേനകമ്പനി റിപ്പോർട്ട് ചെയ്തല്ലോ. എന്താണ് ഇന്നലെ ദേശാഭിമാനി എഴുതി വെച്ചിരിക്കുന്നത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ശനിയാഴ്ച 24 എക്സിം കാർഗോ സേവനം ആരംഭിക്കുന്നതോടെ ഇത് പൊരുത്തപ്പെടുന്നില്ലല്ലോ സുഹൃത്തുക്കളെ, സഖാക്കളെ. ഒരാൾ പറയുന്നു, പത്രം പറയുന്നു, ശനിയാഴ്ചയോടുകൂടി ഇതെല്ലാം വരും, കണ്ടെയ്നറും വരും, കപ്പലും വരും, എല്ലാം വരും. മന്ത്രി പറയുന്നു 2028 ഇതെല്ലാം വരത്തുള്ളൂ. ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. നേരത്തെ പറയുന്നത് നേരാണോ പറയുന്നത്? എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പ്രേക്ഷകർ പ്രതികരിക്കുക, തീരുമാനിക്കുക. ഇതൊക്കെ എന്തായാലും നാട്ടുകാർ, ഇവിടുത്തെ മന്ത്രിമാരെക്കാളും MLA മാരെക്കാളും IASകാരെക്കാളും നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വിപിൻ ഒരു കണ്ടെയ്നർ അയച്ചു തന്നു, ട്രിവാൻഡ്രം ട്രക്കത്തോൺ. ഞെട്ടിപ്പോയി, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. 137 ദിവസം, 6 മാസം. കാടാറ് മാസം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് കടലാറ് മാസം. 6 മാസമാണ് ഇവിടെ എത്തുന്നത്. 25/8/75 കഴിഞ്ഞ ഓഗസ്റ്റ് 25 അയച്ച കണ്ടെയ്നറാണ്. പ്യൂർട്ടോ കോട്ടസ് എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന്. ഹോണ്ടുറാസ്, അമേരിക്കയ്ക്ക് അടുത്താണ് ഹോണ്ടുറാസ്. തെക്കേ അമേരിക്കയിൽപ്പെട്ട ഒരു ഐലൻഡാണ്. ഐലൻഡല്ല, ഒരു ചെറിയ രാജ്യമാണ് ഹോണ്ടുറാസ്. പ്യൂർട്ടോ കോട്ടസ് എന്ന് ഹോണ്ടുറാസിലോട്ട് പോകുന്നു. അവിടെ നിന്ന് കാർട്ടജീന, കൊളംബിയയിലെ കാർട്ടജീനയിൽ പോകുന്നു. ഇത് ഇവിടെ വെച്ച് എല്ലാ കപ്പലുകൾ മാറുകയാണ്. 5 കപ്പലാണ് ഈ യാത്രയിൽ മാറിയത്. 5 കപ്പലുകളാണ്. കാർട്ടജീന കൊളംബിയ, കൊസേഡ ഡൊമിനിക്ക റിപ്പബ്ലിക്, അത് കഴിഞ്ഞ് നേരെ സിംഗപ്പൂരിൽ നിന്ന് പതിവ് പോലെ കൊളംബോ എന്ന് തൂത്തുക്കുടി. 137 ദിവസം, 5 കപ്പലുകൾ, 6 പോർട്ടുകൾ. മനസ്സിലായല്ലോ? 6 പോർട്ടുകൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. പ്യൂർട്ടോ കോട്ടസ്, കാർട്ടജീന, കൊസേഡ, സിംഗപ്പൂർ, കൊളംബോ, തൂത്തുക്കുടി. 6 പോർട്ടുകളും 5 കപ്പലുകളും 137 ദിവസം. ഇത് കപ്പലിൽ കയറുന്നതും ഇവിടെ ഇറങ്ങുന്നതുമാണ്. അതിനു മുമ്പ് MT കണ്ടെയ്നർ അയച്ച് ട്രാൻസിറ്റ് പിന്നെ അതിന് ഒരാഴ്ച മുമ്പാണ്. ഇവിടെ വന്നിട്ട് കക്ഷിക്ക് എത്തുന്നതും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. 21-നാണ് വിപിൻ ഫോട്ടോ എടുക്കുന്നത്. അപ്പോ ഇവിടെ എപ്പോഴാണ് തൂത്തുക്കുടിയിൽ എത്തിയിരിക്കുന്നത്? 8/1/25-നാണ്. 21-നാണ് വിപിൻ ബാംഗ്ലൂരിൽ വെച്ച് എടുക്കുന്നത്. അപ്പൊ എത്ര ദിവസമാണ്? 150-160 ദിവസമൊക്കെ കഴിഞ്ഞു. അത് പോട്ടെ, കപ്പലിൽ കയറിയതും കപ്പലിൽ നിന്ന് ഇറങ്ങിയതുമായ 137 ദിവസം എടുത്താലും ഇവിടെ ഇപ്പൊ സോളോ എന്ന് പറയുന്ന ഒരു കപ്പൽ വരികയാണ്. MSC മിക്കവാറും ആങ്കറേജിലുണ്ടാവും, ഇല്ലെങ്കിൽ ബർത്തിയിട്ടുണ്ടാവും. MSC സോളോ പുറപ്പെട്ടത് ആദ്യമായിട്ട് സാന്റോസ് എന്ന് പറയുന്ന ബ്രസീലിലെ പോർട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന സന്താന സർവീസിൽപ്പെട്ട കപ്പലാണ്. സാന്റോസിൽ നിന്ന് വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആർക്കെങ്കിലും വന്നിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടെങ്കിൽ തിരുത്താനും തയ്യാറാണ്. ഇറ്റ് ടുക്ക് അറൌണ്ട് 18 days, 18 ദിവസം. ഇതിന്റെ തൊട്ടടുത്താണ്
ഈ പറയുന്ന ഹോണ്ടുറാസിന്റെ പ്യൂട്ടോ കോട്ടസ് തെക്കേ അമേരിക്കയിൽ അടുത്താണ്. ഇത് സാന്റോസിൽ നിന്ന് വരുന്ന പുതിയ കപ്പൽ സർവീസാണ്, സന്താന സർവീസ്. 18 ദിവസം, ഇവിടെ 137 ദിവസം, 120 ദിവസത്തോളം കൂടുതലാണ്. 120 ദിവസം. എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത്? ഗേറ്റ് നിങ്ങൾ ഒരു 10 താഴിട്ട് പൂട്ടി വെക്കണം. ജനങ്ങളെ കബളിപ്പിക്കണം, ജനങ്ങളെ കൊള്ളയടിക്കണം, സ്വർണം പോലെ കക്കണം, അവരുടെ ജീവിതം കുത്തുവാള എടുപ്പിക്കണം. ഇന്ത്യയിലെ വ്യവസായികളെ എല്ലാം ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾ വിട്ടുകൊടുക്കണം. ഗേറ്റ് തുറക്കരുത്. ഇതിനിടയ്ക്ക് ഒരു ക്യുസും ഉത്തരവും പെൻഡിങ്ങിലുണ്ട്. അതിൽ വിജയിച്ച ആള് തന്നെ സെയിലിംഗ് കമ്മിറ്റി ചോദിച്ചിരുന്നത് ആർക്കാണ് സമ്മാനം കൊടുക്കുക. 8-10 പേര് ശരിയായ ഉത്തരം പറഞ്ഞു ആർക്ക് കൊടുക്കുക. അപ്പോൾ ബേസിൽ ടി ഫിലിപ്പോസ് സമ്മാനം കിട്ടിയ ആളാണ്, ശരിയായ ഉത്തരം അയച്ചാലാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ആദ്യം ഉത്തരം നൽകിയ ആളിന് തന്നെ പ്രോത്സാഹന സമ്മാനം കൊടുക്കണം. അതാകുമ്പോൾ ഇതുപോലെ ഇനി വരുന്ന ക്യൂസ് ചോദ്യങ്ങൾക്ക് ഏറ്റവും ആദ്യം ഉത്തരം നൽകാൻ പ്രേക്ഷകർക്ക് ഒരു ആവേശമാകുമല്ലോ. സമാധാനമായി. ആ തർക്കത്തിനൊരു പരിഹാരം ബേസിൽ ഉണ്ടാക്കി തന്നു. ആദ്യമായിട്ട് ആ ഉത്തരം അയച്ചത് ഷഫീഖാണ്. ഷഫീഖ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. മനസ്സിലായല്ലോ, IAS-കാരും മന്ത്രിമാരും MLA-മാരും ജനങ്ങൾ പണിയെടുക്കുകയാണ്. നിങ്ങൾ പണിയെടുക്കാതെ ഈ നാടിനെ കുത്തുവാള എടുപ്പിക്കുമ്പോൾ അത് അനുവദിക്കാതെ ഫൈറ്റ് ചെയ്യാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളാണ് അജണ്ടകൾ തീരുമാനിക്കുന്നതെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ബോധ്യമാകും.